ഞങ്ങൾ ഇത്ര വർഷം മുമ്പ് വന്നു തുടങ്ങിയതാണ്. ഓരോ വർഷവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതാ വീണ്ടും വരുന്നു എന്ന് പറഞ്ഞ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെയധികം അനുഗ്രഹീതമായിട്ടുള്ള ഒരു ചടങ്ങിലാണ്, ഒരു ഭൂമിയിലാണ്. കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങുകളിൽ ഒന്നായിട്ടുള്ള ഔഷധ സേവയിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഭക്തർ, പതിനായിരക്കണക്കിന് ഭക്തരാണ് ഈ ഒരു പ്രഭാതത്തിൽ ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്താനും ഔഷധം സേവിക്കാനും എല്ലാമായി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്നേ ദിവസം ഇവിടെ എത്താനുള്ളൊരു ഭാഗ്യം ഭഗവാൻ ഇടവെട്ടി കണ്ണനായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കും കൂടെ സിദ്ധിച്ചു. ഞാനും ഈ ഔഷധ സേവയുടെ ഭാഗമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇടവെട്ടിയിലെ ഔഷധ സേവയുടെ ഭാഗ്യമാവുന്നത്. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് ലഭിച്ചു. ഇവിടെ എത്തിയപ്പോഴുള്ള അനുഭൂതി, ഞാൻ ആദ്യമായിട്ടല്ല ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്, രണ്ടാമത്തെ തവണയാണ്. ഇതിനു മുമ്പ് ഔഷധ സേവയുടെ ചടങ്ങുകളെ പരിചയപ്പെടുത്താനായി ജ്യോതിഷ വാർത്തയിലൂടെ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു തവണ വന്നിട്ടുണ്ട്. അന്നേ ദിവസം ഈ ക്ഷേത്രത്തിലെ സഹോദര തുല്യരായിട്ടുള്ള ഭാരവാഹികൾ എന്നോട് പറഞ്ഞു, വ്യാസൻ സാധിക്കുമെങ്കിൽ ആഗസ്റ്റ് മാസം 1-ാം തീയതി വരണം, ഈ പരിപാടിയിൽ ഒന്ന് പങ്കെടുക്കണം, അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് അന്ന് കരുതിയിരിക്കാൻ പറ്റിയിരുന്നില്ല. ഇന്നിവിടെ എത്താൻ സാധിക്കുമെന്നോ വരാൻ സാധിക്കുമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇന്നിവിടെ എത്താനും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാനും സാധിച്ചപ്പോൾ നിർവചിക്കാൻ സാധിക്കാത്ത ഒരു അനുഭൂതിയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഭഗവാന്റെ ആ വിശേഷപ്പെട്ട രൂപം, നകുലനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട അശ്വിനി ദേവതകളുടെ പുത്രനായിട്ടുള്ള, നകുലനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള, ഭഗവാനെ അങ്ങയെ ആശ്രയിക്കുന്ന എല്ലാവരുടെയും സർവ്വ പീഡകളും മാറണേ എന്ന ഭാവത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ആ വാതാലയേശനായിട്ടുള്ള, ഔഷധക്കണ്ണനായിട്ടുള്ള, അത്ഭുത കൃഷ്ണനായിട്ടുള്ള സാക്ഷാൽ ഇടവെട്ടി കണ്ണനെ തൊഴാനുള്ളൊരു ഭാഗ്യം ഇന്നേ ദിവസം സിദ്ധിച്ചു. അതിലൂടെ തന്നെ മനസ്സ് നിറഞ്ഞു. രണ്ടാമതായി, ഇന്നലെ തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിലെ ആചാര്യന്മാർ ഔഷധ സൂക്തം ജപിച്ചിട്ടുള്ള ആ വിശേഷപ്പെട്ട ഔഷധം, ഭഗവാന്റെ നേദിച്ച വെണ്ണയിൽ മിശ്രിതമായിട്ടുള്ള ആ ദിവ്യ ഔഷധം ഇവിടെ എത്തിയപ്പോൾ രാവിലെ വെറും വയറ്റിൽ സേവിക്കാനുള്ള ഭാഗ്യവും ഇന്നേ ദിവസം സാധിച്ചു. 10,000-കണക്കിന് ഭക്തരാണ് ആ പ്രസാദം കഴിക്കാനായിട്ട് ഇപ്പോഴും ഈ ക്ഷേത്രത്തിന്റെ പുറത്ത് കാത്തു നിൽക്കുന്നത്. ഇതിലൂടെ ഒരു നേരത്തെ ഔഷധം ഒരു വർഷക്കാലത്തെ സൗഖ്യം എന്നാണ് പ്രമാണം. ആ ഔഷധം ഒരു സമയം ഒരു വർഷം കഴിക്കുകയാണെങ്കിൽ ഒരു വർഷക്കാലം നമുക്ക് ഒരസുഖവും വരില്ല എന്നാണ് ഇവിടുത്തെ സങ്കല്പം. എനിക്കും ആ ഔഷധം സേവിക്കാനുള്ള ഭാഗ്യം ഇന്നുണ്ടായി. എനിക്ക് 100% ഉറപ്പാണ്, എനിക്കും ഒപ്പം തന്നെ ഇന്നിവിടെ എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾക്കും ഈ ഔഷധം സേവിക്കുന്നതിലൂടെ ഒരു വർഷക്കാലം ഭഗവാൻ ഇടവെട്ടി കണ്ണനായിരിക്കുന്ന ഗുരുവായൂരപ്പൻ ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കേവലം ഒരു ആയുസ്സിനായിട്ട് തരിക, അല്ലെങ്കിൽ ശരീരത്തിന്റെ സൗഖ്യം മാറ്റുക എന്നുള്ളത് മാത്രമല്ല ഈ ഒരു ഔഷധ സേവ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവാനും, സന്തതി പരമ്പരകൾക്ക് സൗഖ്യമുണ്ടാവാനും, മംഗല്യ തടസ്സം നീങ്ങുവാനും എല്ലാത്തിനും ഇടവെട്ടി കണ്ണന്റെ ഈ തിരുമുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പ്രതിഫലം ഉണ്ടാവും എന്നാണ് ബുദ്ധിയുള്ള ആളുകളൊക്കെ പറയാറുള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരുപാട് അമ്മമാരെ കണ്ടു, ഒരുപാട് ചേട്ടന്മാരെ കണ്ടു. എല്ലാവരും വീണ്ടും വീണ്ടും പറയുന്നു, ഞങ്ങൾ ഇത്ര വർഷം മുമ്പ് വന്നു തുടങ്ങിയതാണ്, ഓരോ വർഷവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇതാ വീണ്ടും വരുന്നു എന്ന് പറഞ്ഞ് 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്. അത്രയധികം ഫലസിദ്ധിയുള്ള, വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഭഗവാനാണ് ഇടവെട്ടി കണ്ണൻ. അദ്ദേഹത്തെ കാണാൻ ഇന്ന് സാധിച്ചു. ഒപ്പം തന്നെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന വിശേഷപ്പെട്ട പൂജകളായിട്ടുള്ള തിരുവോണ ഊട്ട്, ഈ പറയുന്ന ചിങ്ങത്തിൽ നടക്കാൻ പോകുന്ന വിശേഷമായിട്ടുള്ള മഹാ തിരുവോണ ഊട്ട്, സൗഖ്യാഭീഷ്ട സിദ്ധി പൂജ, നാണയപ്പറ, നാണയം കൊണ്ടുള്ള തുലാഭാരം, നാഗരാജാവിനുള്ള 100 പാലും ഉൾപ്പെടെയുള്ള സർപ്പബലി ഉൾപ്പെടെയുള്ള വഴിപാടുകൾ, ഇതിനെക്കുറിച്ചൊക്കെ അറിയാനും ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരം കൂടി ഇന്നേ ദിവസം എനിക്ക് അതിനും കൂടെ ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പൊ ഇനി വരുന്ന വർഷങ്ങളിലും ഇടവെട്ടി കണ്ണന്റെ അനുഗ്രഹം കൊണ്ട് ഔഷധ സേവയിൽ പങ്കെടുക്കാനും ഈ വരുന്ന ഭക്തജനങ്ങൾക്കൊപ്പം അവരിൽ ഒരാളായിരുന്നു കൊണ്ട് ഭഗവാന്റെ ദിവ്യ ഔഷധം സേവിക്കാനും ഭഗവാന്റെ കീർത്തിയും ഭഗവാന്റെ കഥകളും ഇനിയും നിങ്ങളെ പോലുള്ള ആളുകളിലേക്കൊക്കെ എത്തിക്കാനും ഇടവെട്ടി കണ്ണന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇങ്ങനൊരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്ന ജ്യോതിഷ വാർത്തയ്ക്കും ഒപ്പം തന്നെ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്കുമുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി ഇതിലൂടെ അറിയിക്കുന്നു.
നിങ്ങൾക്ക് ഈ വർഷം വരാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ജ്യോതിഷ വാർത്തയിലൂടെ നിങ്ങൾക്ക് ഈ പരിപാടി ലൈവായിട്ട് കാണാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നിരിക്കുന്നു. ഈ സമയം മുഴുവൻ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക, ജ്യോതിഷ വാർത്തയിലൂടെ കൂടുതൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഔഷധ സേവയെക്കുറിച്ചും അറിയുക. അടുത്ത വർഷം ഭഗവാന്റെ ഈ ഔഷധം സേവിക്കാനുള്ള ഭാഗ്യം നമുക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾ ഈ വഴി കടന്നു പോവുകയാണെങ്കിൽ ഒരിക്കലും 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 ഇവിടെ വന്ന് തൊഴാതെ തിരിച്ചു പോകരുത്. അത്രയധികം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഭഗവാനാണ് ഇവിടെ ഉള്ളത്. സകുടുംബം വന്ന് ഇടവെട്ടിക്കണ്ണനെ കണ്ട് സർവ്വ അഭിഷ്ടങ്ങളും നടത്തി തിരിച്ചു പോവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.